ഹായ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഉണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഉള്ളി ഫ്രൈ ചെയ്തത്, പിന്നെ ചിക്കൻ അരപ്പെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചേക്കുന്നു. ആദ്യം തന്നെ നമ്മൾ പച്ച മസാലകളത്തിൽ തക്കോലം, ഏലക്ക, പട്ട എല്ലാം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. നന്നായിട്ട് വഴറ്റി ശകലം ഉപ്പും കൂടെ ചേർത്ത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയാത്തത്. പിന്നെ അതിലേക്ക് രണ്ട് വലിയ തക്കാളി ചേർക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഓൾറെഡി അല്ലാത്ത 2 പച്ചമുളകും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ അധികം എരി ചേർക്കുന്നില്ല. മെയിനായിട്ട് തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കറിയാം, തലശ്ശേരി ബിരിയാണിക്ക് അധികം എരി ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളും അധികം എരി ചേർത്തിലാണ്, കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മളും അധികം എരി ചേർത്തിട്ടില്ല. ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായിരിക്കണമല്ലോ. അപ്പം അധികം എരിയില്ലാതിരുന്നാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ അധികം എരി ചേർത്തിട്ടില്ല. പിന്നെ ഇന്നത്തെ പാചക വീഡിയോയ്ക്ക്, അതായത് കുക്കിംഗ് വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട്. അമ്മയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം നമ്മൾ റെഡിയാക്കിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പെല്ലാം ചേർത്ത് നമ്മൾ സവാള നല്ല പാകത്തിന് വഴണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ ആകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർക്കുന്നത്. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പാടില്ല. ഒരുപാട് വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കറി ലൂസായിപ്പം ബിരിയാണിക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊഴിക്കുക. മാത്രമല്ല കുറച്ച് വെള്ളം മതി ചിക്കന്, അല്ലെങ്കിലും ചിക്കൻ വെന്ത് വരുമ്പം വെള്ളം അതിൽ നിന്ന് ഇറങ്ങും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ബേ ലീഫും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മസാലയുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ചോറ് വെക്കുന്ന പരിപാടിയിലേക്ക് പോകണം. അതിലേക്ക് പട്ട, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം ചേർത്ത് വെള്ളം തിളപ്പിച്ച് നമ്മൾ അതിലേക്ക് ഓൾറെഡി കഴുകി ഊറ്റി വെച്ചിരുന്ന ചോറ് ചേർത്ത് ആവശ്യത്തിന് നെയ്യും പരസ്പരം ഒട്ടാതിരിക്കാൻ നാരങ്ങയും എല്ലാം, പച്ച നാരങ്ങയുടെ ഒരു ചെറിയ ഭാഗം, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എല്ലാം ചേർത്ത് പാകത്തിന് ചോറ് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.